ശർക്കര ചേർത്ത് ശരിയാക്കിയെടുത്ത ആമ്പപ്പഴം. ഈ മാങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാമ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ശർക്കരയുടെ പാനി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് പേസ്റ്റ് ആക്കിക്കൊണ്ട് ഇപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മാങ്ങയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തെ വെള്ളം പോകുന്നിടം വരെ നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം. ഞാൻ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട സ്ഥാനത്ത് നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ പൊടിച്ചിടാം, കുരുമുളക് വേണമെങ്കിൽ പൊടിച്ചിടാം, മധുരത്തിന് പഞ്ചസാര വേണമെങ്കിൽ ഇടാം. ഞാനിട്ടിരിക്കുന്ന ശർക്കര പാനിയാക്കുക. ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഈ പ്ലേറ്റിനകത്ത് അല്പം നെയ്യ് തൂക്കണം നമുക്ക്. ഇനി അത് നമുക്ക് ഈ പ്ലേറ്റിനകത്തോട്ട് ഒഴിക്കാം. ഇനി അത് ആ പ്ലേറ്റിനകത്തോട്ട് നമുക്ക് ശരിക്കും നൈസായിട്ട് അതങ്ങ് പരന്നിരിക്കണം. നമ്മളത് പരത്തിയെടുത്ത് ഇതിനെടുത്ത് ഇച്ചിരി കട്ടി കൂടി തോന്നി. ഞാൻ കുറച്ച് ഈ പ്ലേറ്റിനകത്തോട്ട് മാറ്റി. എത്രയും നൈസായിട്ട് പരത്താമോ അവരോരിഷ്ടം. നൈസായിട്ട് വേണ്ടിയവർക്ക് നൈസായിട്ട് എടുക്കാം, കട്ടി വേണ്ടിയവർക്ക് കട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. ഇത് വെയിലത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതേപോലെ നെറ്റ് ഇട്ടിരുന്നാൽ മതി. അന്നേരം പൊടിയൊന്നും കയറത്തില്ല. നമ്മുടെ ആമ്പപ്പഴം ഉണങ്ങി ഉണ്ടോ. മാങ്ങയൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ പിന്നെ വേറെ സ്വീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയോ വേണ്ട. ഇതിനകത്ത് നമുക്കറിയാവുന്ന നല്ല ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് റോളാക്കി അങ്ങ് വെക്കുകയോ റൗണ്ട് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ഷേപ്പിൽ കട്ട് ചെയ്തങ്ങ് വെച്ചിരുന്നാൽ മതി. ആവശ്യമുള്ളപ്പോൾ സ്വീറ്റ്സായിട്ട് എടുത്ത് പിള്ളേർക്ക് കൊടുക്കുക. ഇന്ന് കട്ട് ചെയ്യാം നമുക്ക്. നല്ല വൃത്തിയായിട്ട് ഉണങ്ങി ഇതെണ്ണ ഞാൻ ഉണ്ടോ കട്ട് ചെയ്യട്ടെ. ഉണ്ടോ ഇതേപോലെ റോളാക്കി എടുക്കണമെങ്കിൽ റോളാക്കി ഇതാ ഇങ്ങനെ ഉണ്ടോ വെച്ചിരുന്നാൽ മതി. ഇതേ നമ്മുടെ ആമ്പപ്പഴം ഒരെണ്ണം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇതിങ്ങനെ റോളായിട്ട് തന്നെ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്വീറ്റ്സിനേക്കാൾ എത്രയോ നല്ലതാണ്. മാമ്പഴമൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ ഒരെണ്ണം ഇതേപോലെ ഒരു ആമ്പപ്പഴം ഉണ്ടാക്കുക. ഒത്തിരി നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിരിക്കുകയെങ്കിൽ പുറത്തിരിക്കുന്നത് കുഴപ്പമില്ല. അതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കണം. ആവശ്യമുള്ളപ്പോൾ ഓരോന്നെടുത്ത് കഴിക്കുക. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. മാമ്പഴത്തിൻ്റെ അല്ലേ, നമ്മളിതിനകത്ത് അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല. മാമ്പഴത്തിൻ്റെ ആമ്പപ്പഴം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആമ്പപ്പഴം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.